വളരെ യുണീക്കായിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു റൈസ് റെസിപ്പിയാണ് ഇനി ചെയ്ത് കാണിക്കുന്നത്. പ്ലെയിൻ റൈസും കൊണ്ട് നമുക്ക് നല്ലൊരു സൂപ്പർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം, നല്ല ചില്ലി എഗ് റൈസായിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ആരോഗ്യമുള്ള ഭക്ഷണം. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. അപ്പോൾ നമുക്ക് വൃത്തിയായിട്ട് കഴുകിയ കുറച്ച് കാശ്മീരി ചില്ലിയാണിത്. ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലേക്ക് ഞാൻ അല്പം ഇളം ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇതിപ്പം നല്ലതായിട്ട് സോക്ക്ഡ് ആയിട്ടുണ്ട്. നമുക്ക് ആ വെള്ളം ചേർത്ത് അരയ്ക്കാൻ അതിന് കുഴപ്പമില്ല. അപ്പോൾ അതിനോടൊപ്പം കുറച്ച് വെളുത്തുള്ളി, തണ്ട് വേണ്ട, വെള്ളത്തിൻ്റെ അളവൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിക്കണം, അല്ല തെറിച്ച് പോകും. 2-3 കൊച്ചുള്ളിയും കൂടെ, ഉപ്പ്. അപ്പം ഇത് നല്ലപോലെ ഒന്ന് സ്മൂത്തായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് സോഫ്റ്റായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. സ്പൈസ് ലെവൽ അതിൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇത് മുഴുവൻ ചേർക്കണമെന്നില്ല. ഇതിനുള്ള ചോറ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തണുത്ത ചോറാണ് നല്ലത്. വെന്ത് പോയ ചോറാണെങ്കിൽ റൈസ് അത് ശരിക്കും വരത്തില്ല, കട്ട പിടിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് ചോറ് ഓവറായിട്ട് വെന്ത് പോകാതെ സൂക്ഷിക്കുക. ഫ്രിഡ്ജിനകത്ത് വെച്ച് ചോറ് ഉപയോഗിക്കും. നമുക്ക് കട്ടിയുള്ള ബേസുള്ളൊരു പാത്രം വയ്ക്കാം. അതിലേക്ക് ബട്ടർ ഇടാം. ഈ റൈസും നമ്മൾ മുട്ട ചേർത്താണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള എഗ് റെസിപ്പീസ് ചെയ്യുമ്പോൾ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് മീൽ പോലെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുക്കാം. ഇത് നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. സവാള ഇടാം. മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഈ ഗീക്കകത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു പകുതി മൂത്ത് കഴിഞ്ഞ് അപ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ഉപ്പിടാം. ഉള്ളി ഇപ്പം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇടാം. എരി അഡ്ജസ്റ്റ് ചെയ്തിടണേ. ചെറിയ ഫ്ലെയിമിൽ ഒന്ന് മൂപ്പിക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വറ്റൽമുളക് കൊണ്ട് സമ്മന്തി അരച്ച പോലത്തെ ഒരു ഫീലിങ്ങും വരും. പക്ഷേ ഇതിനോട് മുട്ടയൊക്കെ ചേർക്കുമ്പോൾ വേറൊരു ലെവലാകും. ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കളർ കണ്ട് പേടിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇത് കാശ്മീരി ചില്ലി ആയതുകൊണ്ട് കളറാണ് നല്ല കൂടുതൽ, പക്ഷെ അത്രയ്ക്ക് എരി ഇല്ല. ഈ മസാലയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇല്ല എങ്കിൽ ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഈ മസാലയുടെ ഉപ്പാണല്ലോ റൈസിലും വരേണ്ടത്. കരിയാതെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് മുട്ട ചേർക്കാം. സോൾട്ട് ആൻഡ് പെപ്പറാണ്. നമുക്കിതിനകത്ത് മസാലയൊന്ന് മുട്ടയുമായിട്ട് ചേർത്ത് മിക്സ് ചെയ്യണം. ഇനി ഇത് മുട്ട ശരിക്കും വേകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ റൈസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ റൈസ് വെന്ത് പോകാതെ സൂക്ഷിക്കണേ. ചേർക്കുന്ന ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനോട് അല്പം ഗീ ഒക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മതി. ആദ്യമേ നമ്മൾ ചേർത്തതാണ്. ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ചില്ലി റൈസിന് കളർ ഇങ്ങനെ മാറി മാറി വരുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ചെയ്ത് നോക്കണം. ചോറ് വെന്ത് പോയാൽ ഇപ്പോൾ ഇളക്കുമ്പോൾ ഈ ചോറ് വല്ലാതെ കട്ട പിടിക്കും. അതുകൊണ്ട് ചോറിൻ്റെ വേവ് കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. കുറച്ചേറെ മല്ലിയില ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഇല്ല എങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് ചേർക്കും. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ റൈസ് സ്പെഷ്യൽ റൈസ് റെഡിയാണ്. അപ്പോൾ ഞാനിനിയും ഇതിൻ്റെ തീ അങ്ങ് ഓഫ് ചെയ്യുക. ഇത് മുട്ടയൊക്കെ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഇതിനെ കൂട്ടാനൊന്നുമില്ലെങ്കിലും നമുക്ക് അങ്ങനെ കഴിക്കാവുന്നതേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സൈഡ് ഡിഷ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കഴിക്കാം. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. Till then, I am signing off and you stay safe.